ഹലോ കൂട്ടുകാരെ, എൻ്റെ കൂടെ വാ. ഞാൻ ഇന്നൊരു കൂട്ടം കാണിച്ചു തരാം. സീതു ഉണ്ടേ നമ്മുടെ കൂടെ ഇന്ന്. സീതു കമ്പും കോലും ഒക്കെ മാറ്റി നോക്കി നോക്കി വരുന്നുണ്ട്. അതിൻ്റെ മേത്ത് കാപ്പിയുടെ തണ്ടൊക്കെ കൊണ്ടു. ഇതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്ന സൂത്രം. എന്താണ്? ഓറഞ്ച് മരം. നമ്മുടെ സ്വന്തം പറമ്പിലെ ഓറഞ്ച് മരമാണ്. അതിനകത്ത് കുറച്ച് ഓറഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് ഞാൻ കണ്ടത്. അതിനകത്ത് ഇങ്ങനെ പഴുത്ത ഓറഞ്ച് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുലുക്കി നോക്കി. കുലുക്കി നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് നോക്കിയപ്പോൾ ഒരു ഓറഞ്ച് നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അതിനകത്ത് പക്ഷേ നമുക്കത് എടുക്കാൻ പറ്റില്ല. അത് മുഴുവൻ പൊട്ടി അതിനകത്ത് ഉറുമ്പ് കൂട്ടി ഉറുമ്പ് തിന്നിട്ടേക്കുക. അതുകൊണ്ട് ഞാനങ്ങ് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഓറഞ്ച് മരം കുലുക്കി നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമത്തിലായിരുന്നേ. നമ്മുടെ ചിഞ്ചു കൊണ്ടു കേട്ടോ കൂടെ. സീതുവിനോട് ചോദിക്കുവാണ്, തക്കുവിനോട് ചോദിച്ചു ഞാൻ, നമുക്ക് ഓറഞ്ച് മരം കുലുക്കിയാൽ ചിലപ്പോൾ വീണേക്കാം, നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ കുലുക്കാനങ്ങ് തുടങ്ങി. പക്ഷേ ഒരു ഓറഞ്ച് പോലും താഴെ വീണില്ല. പിന്നെയും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ഓറഞ്ച് പോലും താഴെ വീണില്ല. സീതു ചാടി നോക്കി ഒരു ഓറഞ്ച് കിട്ടിയെന്നും പറഞ്ഞു. പക്ഷെ അത് പഴകിയ ഒരു ഓറഞ്ചായിരുന്നേ, ഒരു ചീഞ്ഞ ഓറഞ്ചായിരുന്നു. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഒന്നും കൂടെ കുലുക്കി നോക്കാം. കിട്ടിയില്ലല്ലോ. നോക്കി, എവിടെ ഒരെണ്ണം പോലും വീണില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, അവിടെ നിലത്ത് ഒരു ശീമക്കൊന്നയുടെ കമ്പ് കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് അത് ഒടിച്ച് വൃത്തിയാക്കി പതുക്കെ കൈവച്ച് തന്നെ ഒടിച്ച് വൃത്തിയാക്കി അതിൻ്റെ കൊമ്പും കോലും ഒക്കെ മാറ്റി. അതിന് ശേഷം ഞാൻ അതിൻ്റെ അറ്റമൊക്കെ നല്ല പാകത്തിന് മുറിച്ചെടുത്തു. കാരണം അങ്ങനെ മുറിച്ചാൽ മാത്രമേ നമ്മൾ ഓറഞ്ച് തട്ടിക്കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ തല്ലാൻ തുടങ്ങി. ഓറഞ്ച് ആദ്യത്തെ ഇതിലൊന്നും വീണൊന്നുമില്ല കൊട്ടിയിട്ട്. പക്ഷേ രണ്ടാമത്തെ തട്ടിലാണെങ്കിൽ ഓറഞ്ച് വീഴാൻ തുടങ്ങി. സീതു പറക്കാൻ തുടങ്ങി. സീതുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ എല്ലാ ഓറഞ്ചും പോക്കറ്റിലിട്ടു. അവളുടെ കയ്യിൽ അവൾക്ക് പിടിക്കാൻ പാകത്തിന് മാത്രം 2 കൊടുത്തു. ബാക്കിയൊക്കെ എൻ്റെ ചുരിദാറിൻ്റെ പോക്കറ്റിലേക്ക് ഞാൻ ഇട്ടു. നിലത്തുനിന്ന് പിന്നെയും കാണിച്ചു കൊടുത്തു. പിന്നെയും ഉണ്ട് 2-3 പറക്കാൻ. അങ്ങനെ ഇനി കുറച്ചും കൂടി ഉള്ളത് ഞാനൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് കോലൊക്കെ വെച്ച് ശ്രമിച്ച് നോക്കി. പക്ഷേ അതൊന്നും താഴെ വീണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതെത്തിയില്ല. ആ കമ്പിന് അത്രയും ഉയരമില്ല. പിന്നെ ഞങ്ങൾ ഓർത്തു, ഇനിയിപ്പോൾ പിള്ളേരുടെ പപ്പ വന്നു കഴിയുമ്പോൾ വലിയ കമ്പും വെച്ച് തല്ലി കഴിയുമ്പോൾ നമുക്ക് കിട്ടും. നമ്മുടെ ചിഞ്ചുവിനെ കണ്ടോ? ചിഞ്ചു നമ്മുടെ കൂടെ തന്നെയുണ്ട്. നല്ല അനുസരണയുള്ള പൂച്ചയാണ് കേട്ടോ. കട്ട് തിന്നുമോ ഒന്നുമില്ല. ഞങ്ങളുടെ കൂടെ ഞാൻ പുല്ല് വെട്ടാനൊക്കെ പറമ്പിൽ പോകുമ്പോൾ ഓടി വരും. സീതുവും വരുന്നുണ്ട് കൂടെ. തക്കു പുറകെ ക്യാമറയായിട്ട് അവനും വരുന്നുണ്ട്. വീട്ടിലോട്ട് നടക്കുകയാണേ. സീതു വരുന്നു, തക്കു വരുന്നു. ചിഞ്ചു അവൻ്റെ കൂടെ പുറകെ പോയി. അവൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ചിഞ്ചുവിൻ്റെ. സ്നേഹിക്കാൻ വേണ്ടി കടന്ന് കാണിച്ചു കൊടുക്കുക. സീതു ഓറഞ്ച് കഴിച്ച് നോക്കി. ആദ്യം തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല മധുരമുള്ളത് ഓറഞ്ചാന്ന് പറഞ്ഞു. ഇത്ര ഓറഞ്ചാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ പപ്പ വന്നിട്ട് ബാക്കിയത്തെ പറിക്കാമെന്ന് തീരുമാനിച്ചു. പപ്പ വന്നിട്ട് പറിക്കട്ടെ. ഇത്ര ഓറഞ്ചെങ്കിലും കിട്ടിയല്ലോ.